ശ്രീ പരമേശ്വരൻ ചെന്താമരയുടെ അമ്മാവനാണ് നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ പരമേശ്വരൻ, ഈ ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഈ കോടതിയിൽ വിചാരണയ്ക്ക് ശേഷം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീഷണിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചിരുന്നത്. സമീപവാസിയായ പുഷ്പയും നേരത്തെ ഉണ്ടായ അത്തരത്തിലൊരു ഭീഷണി ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ശ്രീ പരമേശ്വരൻ, കേൾക്കുന്നുണ്ടോ താങ്കൾ? ഈ എന്താണ് പറയാനുള്ളത് ഈ ചെന്താമര ഇത്തരത്തിൽ വീണ്ടും ഭീഷണി ഉയർത്തുമ്പോൾ? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞങ്ങളിപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങളെ പിടിച്ചിട്ട് വെട്ടാൻ വന്ന ഞങ്ങളെന്താ പൊട്ടന്മാരാണ്. ഞങ്ങളുടെ വീട്ടിന്റെ ഏരിയക്ക് വരില്ല, വെട്ടി മുറിക്കും ഞങ്ങള് ആദ്യം. അവന് ഇത്ര വലിയ മനുഷ്യനാണ്. ഞങ്ങളെന്താ പൊട്ടന്മാരാ? ഈ നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിലാണോ ഈ ചെന്താമരയുടെ ഒരു പ്രകൃതം ഉണ്ടായിരുന്നത് ശ്രീ പരമേശ്വരൻ? ചെന്താമര ഇവിടെ കുറെ ആൾക്കാർ വെട്ടണം മറ്റാ നടന്നത്. അത് വെട്ടിയപ്പോ ഇവര് ഒഴിവായിന്ന് മാത്രം. അവരെ ഇത് കഴിഞ്ഞപ്പോ ആണ് ഇവരിനെ ഒഴിവാക്കിയത്. അല്ലാതെ ഇവരിനൊക്കെ വെട്ടുപോകാൻ ഇനി ഒരാഴ്ച വിട്ടു നോക്കി കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടാൻ വരും. അങ്ങനെയുള്ളവരെ ബന്ധു കോടതി പോകുമ്പോഴേക്കും സീറ്റ് വേണോ ഇരിക്കാൻ, ചെയർ വേണോ ചോദിക്കുന്നു. നമ്മളിത്രയും ദൂരം മെനക്കെട്ട് പേർക്ക് ഒരു വിലയില്ല. അവർക്കാവുമ്പോൾ ചെയ്യട്ടെ, ഞങ്ങൾക്കാവുമ്പോൾ ഞങ്ങൾ ചെയ്യാം, പോരാ? അതെ, പറഞ്ഞോളൂ. ഇവൻ വെട്ടാൻ പോകുമ്പോ ഒരുവാളും കൊണ്ട് പോകുമ്പോ ഞങ്ങൾ അപ്പോഴും പറഞ്ഞു അവനോട്, ഇനി ആരും ഇനി വെട്ടണ്ട, ഇത് ഭയങ്കര ബോധ്യവും ചെയ്യണ്ട പറഞ്ഞു. അതൊന്നുമല്ല, ഞാൻ വണ്ടിയിൽ പോകണ വീശി വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോ അവൻ വീശി വെട്ടി. അപ്പൊ തന്നെ പോലീസുകാരനെ വിളിച്ചു പറഞ്ഞു. പോലീസുകാരെന്ത് ചെയ്ത്? അവനെന്താ ഓർമ്മണ്ടായിരുന്നു. ഇതൊക്കെ നടന്നിട്ടും ആരും ചോദ്യങ്ങളിലില്ല. പിന്നെ അവന്റെ പിന്നാലെ താങ്ങിയിട്ടല്ലേ നടക്കണം. ഇനിയിപ്പോ എന്ത് ചെയ്യണം? തുടക്കത്തിലുണ്ടായ ഇത്തരത്തിലുള്ള വെല്ലുവിളിയൊക്കെ പോലീസ് അവഗണിച്ചു എന്നാണോ ശ്രീ പരമേശ്വരൻ താങ്കൾ പറയുന്നത്? തരത്തിലുള്ളതൊക്കെ വിവരങ്ങളൊക്കെ പോലീസിനെ അറിയിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും പുഷ്പയൊക്കെ അറിയിച്ചു. പുഷ്പനെ ഇപ്പോഴും പറയാണ് അരിഞ്ഞ് കൊല്ലും പറയണം. ഇപ്പൊ ഇത്രയും പോലീസുകാർക്ക് മറച്ചു വെച്ചിട്ട് എന്നിട്ടെന്താ പോലീസുകാർക്ക് വിവരമൊന്നുമില്ല. ശരി, ഏതായാലും താങ്കളുടെ ആ അഭിപ്രായം വ്യക്തമാണ്. നേരത്തെയും സമാനമായ രീതിയിലുണ്ടായ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശ്രീ പരമേശ്വരൻ. അദ്ദേഹം ചെന്താമരയുടെ അമ്മാവനാണ്, പ്രതികരിക്കുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയാണ് ചെന്താമരയുടെ ഭീഷണി വീണ്ടും വരുന്നത്.